സക്സസ്. കല്യാണിയുടെ അഡ്മിഷൻ പ്രോസസ് സക്സസ്. നിക്ക്. എങ്ങോട്ടാ? അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, റോഡ് പണി നടക്കുക. ഇനി എന്ത് ചെയ്യും? ഈ വഴി പോയാ റെയിൽവേ ക്രോസാ, പക്ഷേ അത് അടച്ചാ പിന്നെ 6 കിലോമീറ്റർ ചുറ്റേണ്ടി വരും. പിന്നെ എന്ത് ചെയ്യും? ഒരു വഴിയുണ്ട്, നമുക്ക് തിരികെ പോയിട്ട് ഇടയ്ക്കുള്ള പോക്കറ്റ് വഴിയോട് പോവാം. എങ്കിൽ വേഗം പോവാം. വാ, സമയം പോന്നു. എക്സ്ക്യൂസ് മീ സർ. എന്താ? അഡ്മിഷന്റെ സമയമൊക്കെ കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററോട് ചോദിക്കും. സർ, കല്യാണിയുടെ സർട്ടിഫിക്കറ്റ്സ്. സോറി, അഡ്മിഷൻ സമയമൊക്കെ കഴിഞ്ഞു. സർ, ഞാൻ സർട്ടിഫിക്കറ്റ് മറന്നുപോയി, അത് എടുക്കാൻ വേണ്ടി പോയതാ. കുട്ടിയുടെ നഴ്സറിയുടെ അഡ്മിഷൻ അല്ല, ലോ കോളേജിലെ അഡ്മിഷനാ. അഡ്മിഷന്റെ കാര്യവുമായി യൂണിവേഴ്സിറ്റിയുടെ അഡ്മിനിസ്ട്രേഷൻ വിങ് ഉണ്ടായിരുന്നു. പറഞ്ഞിരുന്ന സമയത്തിലും 1/2 മണിക്കൂർ അധിക സമയം അവരിവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല, അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ എഴുതി വെച്ചിട്ട് പൊക്കിവിടായിരുന്നോ? അല്ല, അതാരും എന്നോട് പറഞ്ഞില്ല സർ. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്ന അഡ്മിനിസ്ട്രേഷൻ വിങ് എല്ലാ അഡ്മിഷനും പൂർത്തീകരിച്ച് പോയി കഴിഞ്ഞു. ഇനി എനിക്ക് നിങ്ങളെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ പോലും അത് സാധിക്കില്ല. സർ, ഓൺലൈനിൽ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഓൺലൈൻ ടൈമൊക്കെ എപ്പോഴേ കഴിഞ്ഞു. ചിന്നു, നീ വേഗം നിന്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം എടുത്തേ. ഇനി എന്തിനാ? നമുക്ക് ഓൺലൈനിൽ അപ്ലൈ ചെയ്ത് നോക്കാം. അങ്ങനെയും ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. അഡ്മിഷൻ സൈറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് വേഗം എടുക്ക്. സമയം പോന്നു, വേഗം എടുക്ക്. ചിന്നുവിനെ ഏറ്റവും പ്രിയപ്പെട്ട ചിന്നു വിളിച്ചാൽ കേൾക്കുന്ന ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചോ.
സക്സസ്. കല്യാണിയുടെ അഡ്മിഷൻ പ്രോസസ് സക്സസ്. സന്തോഷായില്ലേ? എനിക്ക് അഡ്മിഷൻ കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. ഭഗവാൻ കൂടിയുള്ളപ്പോ അഡ്മിഷനൊക്കെ തന്നെ ഓക്കെ ആവും. ഇപ്പോ ഭഗവാൻ മാത്രമല്ല, തന്റെ സഹായം ഉള്ളതുകൊണ്ടാ എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. താൻ ഓൺലൈനിൽ ട്രൈ ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ. എടോ, സമയവും ഭാഗ്യവും നമുക്ക് അനുകൂലമാണെങ്കിൽ എല്ലാം ശരിയായി വരും. സത്യം. 2 മണി കഴിഞ്ഞു, അഡ്മിഷൻ ക്ലോസ് ആയെന്ന് പ്രിൻസിപ്പൾ പറഞ്ഞിട്ടും എനിക്ക് അഡ്മിഷൻ കിട്ടിയല്ലോ. അതാ ഞാൻ പറഞ്ഞത്, ഭാഗ്യം എപ്പോഴും ചിന്നു എന്ന കല്യാണിയുടെ കൂടിയാണെന്ന്. ഓ, നിനക്ക് അഡ്മിഷൻ കിട്ടിയല്ലേ? സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നിനക്ക് എങ്ങനെയാണ് അഡ്മിഷൻ കിട്ടിയത്? ഓ, അപ്പൊ സർട്ടിഫിക്കറ്റ് നിന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നല്ലേ? ആ, എന്നിട്ട് നീ വെറുതെ നിഷാന്തിന്റെ കരണത്തടിച്ചല്ലേ? അത് സർട്ടിഫിക്കറ്റ് എന്റെ വീട്ടിലായിരുന്നു. എനിക്ക് തെറ്റുപറ്റി പോയതാ. ഓഹോ, അങ്ങനെയാണല്ലേ? എന്നാ ഞങ്ങളും കൂടി ഒരു തെറ്റ് ചെയ്യാൻ പോവാ. സുഹൃത്തെ, ദൈവത്തെ ഓർത്ത് പ്രശ്നം ഉണ്ടാക്കരുത്. ഒരു തെറ്റുപറ്റിപ്പോയി, ക്ഷമിക്ക്. ആ, നിശാന്ത് വരുന്നുണ്ടല്ലോ. എന്താ അവിടെ പ്രശ്നം? ഇവള് സർട്ടിഫിക്കറ്റ് എല്ലാം വീട്ടിൽ വെച്ചിട്ട് ഇവള് നിന്നെ മനഃപൂർവ്വം അടിച്ചതാ. എല്ലാം ഇവളുടെ നാടകമായിരുന്നടാ. എടാ, അത് വിട്ടേക്ക്, ഞാനതെല്ലാം മറന്നു. ഞങ്ങൾക്ക് അങ്ങനെ മറക്കാൻ പറ്റില്ല. എന്തായാലും നീ അവൻ അടിച്ചു. ഇനി മാപ്പ് പറഞ്ഞിട്ട് പോയാ മതി. സോറി, അറിയാതെ പറ്റിപ്പോയൊരബദ്ധോ, എന്നോട് ക്ഷമിക്കണം. എനിവേ, കൺഗ്രാറ്റ്സ്, തനിക്ക് എന്തായാലും അഡ്മിഷൻ കിട്ടിയല്ലോ. സോറി. ഇത് മഹി, അഡ്വക്കേറ്റാ. ആ